ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിച്ചേർത്ത് പൊന്നാനി നഗരസഭയുടെ ബജറ്റ് കൈപ്പുസ്തകം. ഭരണഘടനയുടെ പ്രസക്തി ഓർമ്മിപ്പിച്ചാണ് ബജറ്റ് പുസ്തകത്തിൽ ആമുഖം ഇടം പിടിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതിച്ചേർത്ത് പൊന്നാനി നഗരസഭയുടെ ബജറ്റ് കൈപ്പുസ്തകം. ഭരണഘടനയുടെ പ്രസക്തി ഓർമ്മിപ്പിച്ചാണ് ബജറ്റ് പുസ്തകത്തിൽ ആമുഖം ഇടം പിടിച്ചത്. ഏക കേന്ദ്രീകൃത മതകാഴ്ചപ്പാടുകളുമായി കേന്ദ്രം മുന്നോട്ടു പോകുന്ന വേളയിൽ ഭരണഘടനയുടെ പ്രസക്തി ഊട്ടിയുറപ്പിക്കാനാണ് നഗരസഭ ആമുഖം ഉൾപ്പെടുത്തിയത്. ഭരണഘടന അപകടത്തിലാകുന്ന സാഹചര്യത്തിൽ ഭരണഘടനയെ കൂടുതൽ പേരിലേക്ക് എത്തിക്കുകയാണ് ഇത്തരം പ്രവൃത്തിയിലൂടെ ലക്ഷ്യമിട്ടതെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു. പൊന്നാനി നഗരസഭയുടെ വരുന്ന ഒരു വർഷക്കാലം 2024-25 പൊന്നാനി ഏറ്റെടുക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പദ്ധതികളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് നഗരസഭയുടെ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായിട്ടുള്ള വൈസ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു സിദ്ധാർത്ഥൻ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. ബഡ്ജറ്റ് ഉള്ളടക്കത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ സമകാലികമായിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ അതും നമ്മുടെ പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ ഇന്ന് ഏറെ നീറുന്ന ചിന്തകളിലേക്ക് പടർന്നിട്ടുള്ള ഭരണകൂട ഫാസിസ്റ്റ് ഇടപെടലുകളുടെ ഭാഗമായി ജീവിതം അസ്വസ്ഥമാക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ആ സാമൂഹ്യ സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയിൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന തന്നെ വിസ്മൃതിയിലാണ്ടു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ബഡ്ജറ്റ് ആദ്യ പേജ് തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തോടു കൂടിയിട്ടാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനയിൽ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുല്യത അതല്ലെങ്കിൽ സമത്വപൂർണമായിട്ടുള്ള അവകാശങ്ങളാണ് വിഭാവന ചെയ്തിട്ടുള്ളത്. അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച്, അവരവരുടെ ആചാരത്തിനനുസരിച്ച്, അവരവരുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ആശയാവിഷ്കാരം നടത്തുന്നതിനും ചിന്തിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം ഇന്ന് പരിമിതപ്പെടുന്നുവോ എന്ന ആശങ്ക പുലർത്തുന്ന കാലഘട്ടത്തിലാണ് തീർച്ചയായും ഭരണഘടനയുടെ ആമുഖം എല്ലാവരിലേക്കുമായി അവരുടെ ശ്രദ്ധ ക്ഷണിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞങ്ങളുടെ ഈ വരുന്ന വർഷത്തെ വാർഷിക ബഡ്ജറ്റിൻ്റെ ആദ്യ പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.